Hi everyone, welcome to yet another video. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാത്സ് ഒളിമ്പ്യാഡിന്റെ ബുക്സ് ഒക്കെ പറഞ്ഞതുപോലെ സയൻസ് ഒളിമ്പ്യാഡിന്റെ ബുക്സ് ഉണ്ടോ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അപ്പോൾ നമ്മൾ സയൻസ് ഒളിമ്പ്യാഡിനെ പറ്റി ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. എന്താണ് നമ്മുടെ ഒഫീഷ്യൽ സയൻസ് ഒളിമ്പ്യാഡ്? നമ്മുടെ മാത്സ് ഒളിമ്പ്യാഡ് ഭയങ്കര ഒരു ടഫ് ആയിട്ടുള്ള എക്സാംസ് ആണ്. ബാക്കി ഒളിമ്പ്യാഡ്സ് ഒന്നും ടഫ് അല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ മാത്തിനോടൊപ്പം നിൽക്കുന്ന നമ്മുടെ സയൻസ് ഒളിമ്പ്യാഡും വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാംസ് ആണ്. നമ്മുടെ ഇന്ത്യനെയൊക്കെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരു 6-7 പേര് എന്ത് ചെയ്യുന്നു, ഇന്റർനാഷണൽ സയൻസ് ഒളിമ്പ്യാഡ്സിൽ പങ്കെടുക്കുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേജസ് ആണ് ഞാൻ ഈ പറയുന്നത്. സോ ഡിഫിക്കൽട്ടിനെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജൂനിയർ സയൻസ്, ആസ്ട്രോണമി വരെയുള്ള സബ്ജക്ട്സിൽ നമ്മുടെ സയൻസ് ഒളിമ്പ്യാഡ്. പക്ഷെ എല്ലാവർക്കും മാത്സ് ആയിരിക്കണം താല്പര്യം എന്നില്ല. എനിക്ക് സയൻസ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ആ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് നമ്മുടെ സയൻസ് ഒളിമ്പ്യാഡ്. സോ ഇത് കണ്ടക്ട് ചെയ്യുന്ന പീരീഡ് നമ്മുടെ നവംബർ മുതലാണ് നടക്കുന്നത്, ഒരു ജൂലൈ വരെ നടക്കുന്നതായിരിക്കും. ഇപ്പോൾ 2024-2025 സൈക്കിള് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. 1-2 സ്റ്റേജസ് കഴിഞ്ഞു. ഇനി ഫൈനൽ സ്റ്റേജസ് നമ്മുടെ ജൂലൈ ആകുമ്പോഴേക്കും നടക്കും. സോ നെക്സ്റ്റ് എക്സാംസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെ ബുക്സ് നിങ്ങൾക്ക് പഠിക്കണം എന്ന് ചോദിച്ചാൽ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ സയൻസ് ഒളിമ്പ്യാഡിന്റെ ബുക്സ് ഉണ്ട്. സോ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞതിന് ഏതൊക്കെ എക്സാംസ് ആണെന്ന് ജസ്റ്റ് പറയാം. അപ്പോൾ നമ്മുടെ 8-10 ക്ലാസ്സിലെ കാറ്റഗറിയിലെ സ്റ്റുഡൻസ് എഴുതുന്നതാണ് നമ്മുടെ ജൂനിയർ സയൻസ് കാറ്റഗറിയിലുള്ള ടെസ്റ്റ്. അതിന് ഏജ് ലിമിറ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. സോ ഓൾമോസ്റ്റ് 8-10 ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണ് എഴുതുന്നത്. പിന്നെ 10-12 സ്റ്റുഡൻസ് എഴുതുന്ന എക്സാംസ് ആണ് NSC ഫിസിക്സ്, NSC കെമിസ്ട്രി, NSC ബയോളജി, NSC ആസ്ട്രോണമി. അപ്പോൾ 5 ടൈപ്പ് ഓഫ് ഒളിമ്പ്യാഡ്, ഒഫീഷ്യൽ ഒളിമ്പ്യാഡ്സ് ആണ് സയൻസിൽ മാത്രമായിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ സ്റ്റേജസ് നമ്മൾ നോക്കിയാൽ അറിയാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് NSC ജൂനിയർ സയൻസ്, നമ്മൾ പറഞ്ഞ പോലെ ആസ്ട്രോണമി, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്. സെക്കൻഡ് സ്റ്റേജ് ആണ് ഇന്ത്യൻ നാഷണൽ ഒളിമ്പ്യാഡ്, INO. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ബാക്കി സ്റ്റേജസ് വരുന്നത്. ഇന്ത്യൻ നാഷണൽ ഒളിമ്പ്യാഡ് കഴിഞ്ഞാൽ നമ്മുടെ ഓറിയന്റേഷൻ കം സെലക്ഷൻ ക്യാമ്പ്, നമ്മുടെ നാഷണൽ ലെവലിലുള്ള ക്യാമ്പും കാര്യങ്ങളും നടക്കും. അതിന് വീണ്ടും റിഫൈൻ ചെയ്ത് നമ്മുടെ പ്രീ ഡിപ്പാർച്ചർ ട്രെയിനിങ് ക്യാമ്പ്, നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് പോകുന്നതിന് മുന്നുള്ള ക്യാമ്പും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഫൈനലി നമ്മുടെ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ്, ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് ഇൻ ഫിസിക്സ്, ഇൻ കെമിസ്ട്രി, ഇൻ ആസ്ട്രോണമി, മറ്റു കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള ബുക്സിന്റെ കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ എക്സാംസിന്റെ ഒളിമ്പ്യാഡ്സിന്റെ സെക്കൻഡ് സ്റ്റേജ് ഒക്കെ മുതൽ കണ്ടക്ട് ചെയ്യുന്ന നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് HBCSE ആണ്, ഹോമി ഭാഭ സെന്റർ ഫോർ സയൻസ് എഡ്യൂക്കേഷൻ. സോ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്ക് ഒക്കെ നമുക്ക് താഴെ പ്രൊവൈഡ് ചെയ്യാം. സോ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒളിമ്പ്യാഡ്സ് എന്നൊരു സെഷൻ. നമ്മുടെ ഫസ്റ്റ് ഉള്ള പാനലിൽ തന്നെ ഒളിമ്പ്യാഡ് എന്നൊരു സെഷൻ കാണാം. സോ ഒളിമ്പ്യാഡ് സെഷനിൽ പോയാൽ നമ്മുടെ മാത്ത് ആൻഡ് സയൻസ് ഒളിമ്പ്യാഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഇവിടെ നമ്മുടെ ലാസ്റ്റ് ഇയർ 24-25 സൈക്കിളിന്റെ ഡീറ്റെയിൽസ് ഇവിടെ സയൻസ് ഒളിമ്പ്യാഡ് ക്ലിക്ക് ചെയ്താൽ എപ്പോഴാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്, സിലബസ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിന്റെ പുതിയ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ ലാസ്റ്റ് ഉള്ള റിസൾട്ട്സ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഹൗ ടു പ്രിപ്പയർ എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്, ഹൗ ടു പ്രിപ്പയർ. സോ ഇതിൽ നമ്മുടെ സിലബസ്, പാസ് പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ ഒളിമ്പ്യാഡ് ബുക്സ് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ സയൻസ് ഒളിമ്പ്യാഡ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സയൻസ് ഒളിമ്പ്യാഡിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ബുക്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സയൻസ് സബ്ജക്ട്സ് ഒക്കെ നന്നായിട്ട് പഠിക്കുന്നു, അഡീഷണൽ ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് വായിക്കാൻ താല്പര്യമുണ്ട്, ന്യൂസിലും മറ്റൊക്കെ സയൻസ് ഒക്കെ കാണുമ്പോൾ നമ്മളത് ചെക്ക്ഔട്ട് ചെയ്യാറുണ്ട്. എന്നിട്ട് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങനത്തെ ബുക്സ് പർച്ചേസ് ചെയ്യുക. ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലുള്ള ബുക്സിലുണ്ടാവും. ഇത് നിങ്ങൾ വാങ്ങിച്ചിട്ട് എന്താണ്, നമ്മൾ വിചാരിച്ച പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു വേസ്റ്റ് ഓഫ് ടൈം ആക്കി മാറ്റരുത്. നമ്മൾ കറക്റ്റ് ആയിട്ടൊരു ഐഡിയ വേണം. നമ്മൾ ഇത്രയും പഠിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ബുക്ക്, ഇപ്പോൾ ഫസ്റ്റ് ഒരു ബുക്ക് എടുക്കുകയാണ്, ഇന്ത്യൻ നാഷണൽ ഫിസിക്സ് ഒളിമ്പ്യാഡ് തിയറി പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഈ ബുക്ക് കാണുമ്പോൾ തന്നെ ഓക്കെ എനിക്ക് വാങ്ങണം എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുകയല്ല ചെയ്യേണ്ടത്. ഈ ബുക്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. ഈ ബുക്കിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, എന്തൊക്കെ തിയറി, ഏതൊക്കെ പോർഷൻ ആണ് കവർ ചെയ്യുന്നത്, ഇനി ന്യൂമറിക്കൽസ് എത്രത്തോളം ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇത് ഈ ബുക്ക് തന്നെയാണ് എനിക്ക് വേണ്ടത് എന്നൊക്കെ ഉറപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ബുക്സ് നമുക്ക് വാങ്ങാം. സോ ഇവിടെയുള്ള ബുക്സ് നമുക്ക് നോക്കാം. ഈ ബുക്സിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ ഫിസിക്സ് ഒളിമ്പ്യാഡ് തിയറി പ്രോബ്ലംസ് ഉണ്ട്. ദെൻ ഇന്ത്യൻ നാഷണൽ ഫിസിക്സ് ഒളിമ്പ്യാഡ് തിയറി പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ മറ്റൊരു ബുക്ക് ഉണ്ട്. എക്സ്പെരിമെന്റൽ ഫിസിക്സ് ത്രൂ ഡെമോൺസ്ട്രേഷൻസ് ആൻഡ് പ്രോബ്ലംസ്. അപ്പോൾ ഇവിടെ ഡെമോൺസ്ട്രേഷൻസും പ്രോബ്ലംസ് ആയിട്ടുള്ള എക്സ്പെരിമെന്റൽ ബുക്സ് ഉണ്ട്. ആൻഡ് വീണ്ടും എക്സ്പെരിമെന്റൽ പ്രോബ്ലംസ് ഇൻ ബുക്സ് ഇൻ ഫിസിക്സ്, എക്സ്പെരിമെന്റൽ പ്രോബ്ലംസ് ഇൻ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് ഉണ്ട്. ഇന്ത്യൻ നാഷണൽ ബയോളജി ഒളിമ്പ്യാഡ്, അപ്പോൾ ബയോളജി ഒളിമ്പ്യാഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ്. ഇന്ത്യൻ നാഷണൽ ബയോളജി ഒളിമ്പ്യാഡ് തിയറി പേപ്പേഴ്സ്, തിയറി പേപ്പേഴ്സിന്റെ ബുക്സ് ഇത് 2002-4 ആണ്. ദിസ് ഇസ് 5-7. ആൻഡ് ഇതിന്റെ ഒരു പ്രൈസിങ് ആരൊക്കെയാണ് എഴുതിയിട്ടുള്ളത്, ബുക്സ്, ചില ബുക്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം. സോ ഈ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എപ്പോഴും നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെക്ക്ഔട്ട് ചെയ്യുക. ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓഫ് ഇന്ത്യൻ നാഷണൽ ആസ്ട്രോണമി, അപ്പോൾ നിങ്ങൾക്ക് ആസ്ട്രോണമി ആണ് താല്പര്യമെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സൊല്യൂഷൻ ആയിട്ടുള്ള ബുക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം.
ദെൻ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ്. അപ്പോൾ എങ്ങനെയാണ് ഇത് പർച്ചേസ് ചെയ്യാന്ന് വെച്ചാൽ ടു ഓർഡർ ദ ബുക്സ് ഇമെയിൽ ടു നിങ്ങൾ publications@hbcsc.tif.res.in ഇമെയിൽ ചെയ്താൽ മതി. യു വിൽ റിസീവ് എ റിപ്ലൈ സ്റ്റാർട്ടിംഗ് ദ അവൈലബിലിറ്റി, കോസ്റ്റ് ആൻഡ് ബാങ്ക് ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റിപ്ലൈ തരുന്നതായിരിക്കും, ഇത് അവൈലബിൾ ആണോ, എത്രയാണ് പ്രൈസ്, നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഒഫീഷ്യൽ മെയിലിലേക്ക് തന്നെ കറക്റ്റ് ആയിട്ട് അയക്കാൻ ശ്രമിക്കുക. നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യുന്നതാണ്. ആൻഡ് നിങ്ങൾ ഓൺലൈൻ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് സെയിം മെയിലിലേക്ക് തന്നെ കറക്റ്റായിട്ട് ഒഫീഷ്യൽ മെയിൽ ചെക്കൗട്ട് ചെയ്യുക. അതിൽ തന്നെ സ്ക്രീൻഷോട്ട് അയച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും, അവരത് വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഡിമാൻഡ് ഡ്രാഫ്റ്റ് DD യൂസ് ചെയ്തിട്ടൊക്കെ പേയ്മെന്റ് ചെയ്യാം. ഇന്നത്തെ കാലത്ത് ഓൺലൈൻ പേയ്മെന്റ് ഒക്കെ ആയിരിക്കും കൂടുതൽ പേര് ചെയ്യുന്നുണ്ടാവുക. സോ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ബുക്സ് ചെക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ എപ്പോഴും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ കൂടുതലായിട്ട് സയൻസ് റിലേറ്റഡ് ന്യൂസും ജേർണലൊക്കെ വായിക്കാറുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ എക്സാംസ് ഞാൻ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ഫൗണ്ടേഷൻ എക്സാൻവൈയുടെ പോലത്തുള്ള ഫൗണ്ടേഷൻ കോഴ്സുകളോ ഞാൻ ചെയ്യുന്നുണ്ട്. ദെൻ എനിക്കൊരു അഡീഷണൽ സപ്പോർട്ടായിട്ടാണ് ഇത്തരം ബുക്സ് ഒക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഉറപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബുക്സ് പർച്ചേസ് ചെയ്യുക. ഫ്രീ ആയിട്ടുള്ള ബുക്സും മറ്റും ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വായിച്ചിട്ട് ചെക്കൗട്ട് ചെയ്യാം. ആൻഡ് വൺ മോർ ഫൈനൽ തിങ്, ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റുഡൻസിന്റെ നെയിമും പോസ്റ്റേഴ്സും ഒക്കെ കാണാം അല്ലേ. ഇത് നമ്മുടെ എക്സാൻവൈയിലെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ്, നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒളിമ്പ്യാഡ്, ഇനി നമ്മുടെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഓൾ ഇന്ത്യ ലെവലിൽ നടത്തുന്ന ഒളിമ്പ്യാഡ്സ് പോലുള്ള ടെസ്റ്റുകളിൽ സ്കോർ ചെയ്തതിന്റെ റിസൾട്ട്സ് ആണ്. സോ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഫൗണ്ടേഷൻ കോഴ്സസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്കൂൾ ലെവലിൽ പഠിക്കുന്നതിന് പുറമെ അഡീഷണൽ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താലേ നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാംസ് അല്ലെ അതിനുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് വരുള്ളൂ. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ടെസ്റ്റുകളാണ് ഒളിമ്പ്യാഡ് എക്സാം. സോ ഏത് ടെസ്റ്റിനെ പറ്റി അറിയണമെങ്കിലും നിങ്ങൾക്ക് എക്സാൻവൈ ഒളിമ്പ്യാഡ്സ് ചാനൽ ചെക്കൗട്ട് ചെയ്യാം. സോ അതുപോലെ തന്നെ നമ്മൾക്ക് 1-2 എക്സാംസ് ആണ് ഉള്ളത്. അതായത് നമ്മൾ ഒരു ഒളിമ്പ്യാഡ്, ഒരു മാത്ത് ഒളിമ്പ്യാഡ്, അല്ലെങ്കിൽ ഒരു 7th നിങ്ങൾ ഒരു USS എന്നൊരു ടെസ്റ്റ് മാത്രമാണോ ഉള്ളത്? അല്ല, നമുക്ക് ഒരുപാട് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ചുറ്റും. അപ്പോൾ നമ്മുടെ സ്കൂൾ ലൈഫിൽ നമുക്ക് പറ്റുന്ന ഒരു കാര്യം, നമ്മൾ സ്കൂൾ ലൈഫിൽ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നമ്മളുടെ ക്ലാസ്സസ് ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, നമുക്ക് കുറച്ച് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ MCQ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈമിൽ ട്രൈ ഔട്ട് ചെയ്യേണ്ട ഒരുപാട് എക്സാംസ് ഉണ്ട്. ഈ എക്സാംസിന്റെ ഡീറ്റെയിൽസ് അറിയാനും എങ്ങനെയാണ് ഇതിന് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ എക്സാൻവൈയുടെ ഫൗണ്ടേഷൻ കോഴ്സ് അല്ലെങ്കിൽ JEE കോഴ്സ് ഒക്കെ ചെക്കൗട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒളിമ്പ്യാഡ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ, നമ്മുടെ മറ്റ് ഒളിമ്പ്യാഡ്സും പ്രൈവറ്റ് ഒളിമ്പ്യാഡ്സും ഒക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിലേക്ക് എത്തണം എന്നൊരു മൈൻഡ് സെറ്റ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യമാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എക്സാൻവൈയുടെ ഫൗണ്ടേഷൻ കോഴ്സ് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ കോഴ്സിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ എത്രത്തോളം പ്രിപ്പയർ ചെയ്യണം, എന്താണ് നമ്മുടെ സ്ട്രാറ്റജി എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.